എഞ്ചിൻ സൈഡിലേക്ക് നോക്കുവാണെങ്കിൽ നമ്മൾ സ്റ്റേജ് ടു വോൾഫിന്റെ ട്യൂണിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇത് കൂടാണ്ട് നമ്മൾ ഡീസൽ ഫുൾ സിസ്റ്റം എക്സോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈവൻ ടൈമിംഗ് ചെയിൻ ആണെങ്കിൽ കൂടെ എനിക്ക് 1,40,000 കേപ്പിൾ ചേഞ്ച് ചെയ്യേണ്ട വന്നുള്ളൂ. അതുകൊണ്ട് തന്നെ അങ്ങനെ മൈലേജ് ആയിരിക്കും. നമുക്ക് ആവറേജ് നോക്കുകയാണെങ്കിൽ 14.5 ഒക്കെയാണ് ആവറേജ് കാണിക്കുക. സോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മോഡിഫൈഡ് വീൽസ്. ഓക്കെ, ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് 2012 മോഡൽ സ്വിഫ്റ്റ് ആണ്. കുറേ നാള് നമ്മൾ വീഡിയോ ചെയ്തില്ല, ഏകദേശം ഒരു 1 മന്ത് അടുത്ത് വീഡിയോ ചെയ്തില്ല. അപ്പോൾ എന്ന് വെച്ചാൽ കുറച്ച് ജോലിയുടെയൊക്കെ തിരക്കുകളൊക്കെ ആയിട്ട് നമ്മളങ്ങനെ മാറി നിൽക്കേണ്ടി വന്നു. പക്ഷേ ഇനി നമ്മൾ പൂർവാധികം ശക്തിയോടെ തിരിച്ചു വരുന്നതായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മൾ കൊണ്ടുവരുന്നത്. സ്റ്റേജ് 2 ട്യൂൺ ചെയ്തിട്ടുള്ള ഒരു സ്വിഫ്റ്റ് കൂടിയാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ ഫുൾ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ അതിന് ആദ്യമായിട്ട് ചാനൽ കാണുന്നതിന് ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ജസ്റ്റ് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കണ്ടു തുടങ്ങാം കേട്ടോ. ഡീറ്റെയിൽ റിവ്യൂയിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു വാഹനം ഒന്ന് ഡീറ്റെയിൽ ചെയ്ത് തരാനായിട്ട്, എന്നെ നന്നായിട്ട് പറയാനായിട്ട് നമ്മുടെ ഈ വാഹനത്തിൻ്റെ ഓണർ ധന്റു ബ്രോ എൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ പുള്ളിനെ നമുക്ക് വീഡിയോയിലേക്ക് ഇൻവൈറ്റ് ചെയ്യാം. ഹായ് ബ്രോ. ഹൈ ബ്രോ. യെസ്, ഓക്കെ. അപ്പം നമുക്ക് അധികം വലിച്ചിട്ടുന്നില്ല. ബ്രോ എന്താ പരിപാടി? എനിക്ക് ബിസിനസ്സാണ്, ടെക്സ്റ്റൈൽസിന്റെ മാനുഫാക്ചറിംഗ് പ്ലസ് ഷോപ്പ് ആയിട്ടുണ്ട്. അപ്പൊ ഇത് നമ്മൾ ഫ്രഷ് എടുത്ത വണ്ടിയല്ല? ഫ്രഷ് എടുത്താണ്. 2012 മോഡൽ സ്വിഫ്റ്റ് VDI ആണ്. നമ്മൾ വീട്ടിലേക്കായിട്ട് പർപ്പസിന് വേണ്ടി എടുത്താണ്. പിന്നെ ലേറ്റർ ഓൺ നമ്മൾ ഓരോ അപ്ഡേറ്റ് ചെയ്ത് കൊണ്ടുവന്നു ഇങ്ങനെയൊക്കെ ചെയ്തു. ആദ്യം എടുക്കും വൈറ്റ് ആയിരുന്നു. നമ്മളിപ്പോ ഒരു 2 years ആയിട്ടുള്ളൂ റീപെയിന്റ് ചെയ്ത് ബ്ലാക്കിലേക്ക് ആക്കി. ഓക്കെ, അപ്പൊ എന്താ വൈറ്റ് കളർ സ്വിഫ്റ്റിൽ നിന്നും ഒരു ബ്ലാക്കിലേക്ക് വരാൻ? വൈറ്റ് നമ്മൾ 2012 വാങ്ങിച്ച ശേഷം ഒരു 2080-90 ആകുമ്പോഴാണ് റീപെയിന്റ് ചെയ്യണത്. അത്രയും ഒരു ഫെയ്ഡിങ് പോലെ വന്നായിരുന്നു നമുക്ക് ഓൾറെഡി. പിന്നെ ഒരു കളർ ചേഞ്ച് ചെയ്യാമെന്നുള്ള ആഗ്രഹത്തിൽ ചെയ്തതാണ്. ബ്ലാക്ക് ആണോ ഫേവറേറ്റ് കളർ? ബ്ലാക്ക് ആണ്. എനിക്കൊരു ഫോർച്യൂണർ ഉണ്ട്, അതും ബ്ലാക്ക് തന്നെയാണ്. ഭയങ്കര ഇഷ്ടപ്പെട്ട ബ്ലാക്ക് ലവർ ആണ്. അങ്ങനെയല്ല, ചെയ്ത് കഴിയുമ്പോൾ ഭയങ്കര രസമാണല്ലോ. ബ്ലാക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ ഇത്തിരി പാടാണ്. പൊടിയൊക്കെ പെട്ടെന്ന് പിടിക്കും. പിന്നെ സ്ക്രാച്ചസ് വീഴാൻ ഭയങ്കര പെട്ടെന്ന് സ്ക്രാച്ചസ് വീഴും. അതിന്റെ ഒരു ഇഷ്യൂ മാത്രമേ ഉള്ളൂ. പക്ഷെ ബ്ലാക്ക് മാസാണ്. കണ്ടു കഴിയുമ്പോൾ നല്ല രസമാണല്ലോ വണ്ടിയല്ല. ഓക്കെ ബ്രോ, അപ്പൊ നമുക്ക് ഈ ഒരു വാഹനത്തിന്റെ എന്തൊക്കെയാണ് ഇതിനകത്ത് കൊണ്ടുവന്നിരിക്കുന്നത്, നോർമൽ സ്വിഫ്റ്റിൽ നിന്നും എന്തൊക്കെയാണ് ഇതിനകത്ത് കൊണ്ടുവന്നിരിക്കുന്ന അപ്ഡേഷൻസ് ഒന്ന് പറഞ്ഞുതരാം. നോർമലി നമുക്ക് ഔട്ടറിൽ നിന്ന് തുടങ്ങാം. സ്പോർട്സ് കിറ്റ് ചെയ്തിട്ടുണ്ട് ഫുള്ള്. അതിനകത്ത് ഇപ്പോൾ സ്പോർട്സ് കിറ്റിൽ വരുന്ന ഫ്രണ്ട് ബമ്പർ, സൈഡ് സ്കേർട്ട്, ബാക്ക് ബമ്പർ ആയിട്ടാണ് വരുന്നത്. നമ്മൾ സൈഡ് സ്കേർട്ട് ആഡ് ഓൺ ചെയ്തിട്ടില്ല, കാരണം ഓൾറെഡി നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്നത് വേറെ സൈഡ് സ്കേർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ അത് നമ്മൾ ലേറ്റർ ഓൺ ആഡ് ചെയ്യാമെന്ന് ഓർത്ത് മാറ്റി വെച്ചിരിക്കുകയാണ്. ബാക്കി കിറ്റ് മൊത്തം ബേസ് നമ്മൾ ഫ്രണ്ടും ബാക്കും സ്പോർട്സ് കിറ്റിന്റെ ABS കിറ്റ് തന്നെ ചെയ്തിരിക്കുന്നത്. പിന്നെ എഞ്ചിൻ സൈഡിലേക്ക് നോക്കുവാണെങ്കിൽ നമ്മൾ സ്റ്റേജ് ടു വോൾഫിന്റെ ട്യൂണിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. സ്റ്റേജ് 2 വിത്ത് ഹാർഡ് കട്ട് ലിമിറ്റർ. അത് ഡീസലിൽ വരുന്ന ഒരു ഹാർഡ് കട്ട് ലിമിറ്റർ പോലെ. മറ്റേല് പെട്രോൾ വരുമ്പോൾ പോപ്സ് ആൻഡ് മാക്സ് എന്ന് പറഞ്ഞ മാതിരി ഡീസലിൽ വരുന്ന ഒരു ഹാർഡ് കട്ട് ലിമിറ്റർ എന്ന് പറയും. ചെറിയൊരു പൊട്ടൽ പോലെ ഒരു ലിമിറ്റർ സെറ്റ് ചെയ്തിട്ടുള്ള ഇതാണ്, RPM സെറ്റ് ചെയ്തിട്ടുള്ള. വോൾഫി തന്നെയാണ് രണ്ടും ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മൾ BMCയുടെ ഡയ ചെയ്തിട്ടുണ്ട്, ഫിൽറ്റർ. നമുക്കൊന്ന് എഞ്ചിൻ റൂം ഒന്ന് ഓപ്പൺ ചെയ്തിട്ടുണ്ടല്ലോ. അപ്പൊ ഈ ഒരു ഹുഡിന്റെ അകത്തേക്ക് ഒരു കളറൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ. അത് പെയിന്റ് ചെയ്യണോടൊപ്പം തന്നെ നമ്മൾ എന്തെങ്കിലും കസ്റ്റം കളർ റെഡ് കൊടുക്കാന്ന് ഓർത്താണ് ഇരുന്നത്. പിന്നെ അന്നേരം പിന്നെ ഒരു ഫ്ലാഗിന്റെ രീതിയിൽ കൊടുക്കാന്ന് ഓർത്ത് കസ്റ്റം ചെയ്തെടുത്താണ്. വെറൈറ്റി ഒക്കെ ചെയ്തെന്നുള്ളൂ. ഓക്കെ, BMCയുടെ ഡയ വരുന്നുണ്ട്. നമ്മൾ പിന്നെ ഇത് കൂടാണ്ട് നമ്മൾ ഡീസൽ ഫുൾ സിസ്റ്റം എക്സോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ മോട്ടോ കരേര വിഷ്ണു ചെയ്തായിരുന്നു. നല്ല ഔട്ട്പുട്ട് ഉണ്ട്. ചെയ്തതിൽ നല്ല ഔട്ട്പുട്ട്. അത്ര ലൗഡ് അല്ല, ഡീസൽ കിട്ടാവുന്നതിൽ നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ. ഡീസൽ വണ്ടികൾക്കും എക്സോസ്റ്റ് ചെയ്യുമ്പോൾ ഒരു സൗണ്ട് കുറവാണ്. പെട്രോളിന്റെ ഒരു ഇത് കിട്ടാറില്ല. പെർഫോമൻസ് വൈസ് നോക്കുമ്പോൾ നമുക്ക് നല്ല വേരിയേഷൻ ഉണ്ട്. അതും ട്യൂണിംഗ് കൂടെ ചെയ്ത് കഴിഞ്ഞപ്പോൾ നല്ല വേരിയേഷൻ വന്നിട്ടുണ്ട്. നമ്മൾ കാല് കൊടുക്കുന്നതിനനുസരിച്ചുള്ള നല്ല റെസ്പോൺസ് ഉണ്ട്. നോർമലി അങ്ങനെ ഡീസലിൽ കുറവായിരുന്നു ചെയ്യണ സമയത്ത്. പിന്നെ അന്നേരം പിന്നെ വിഷ്ണുപുരമായിട്ട് കോൺടാക്ട് ചെയ്തു. അങ്ങനെ വണ്ടി കൊണ്ടുപോയിട്ട് നമ്മൾ റെഡിയാക്കി എടുത്തു. എന്താണ് നമുക്ക് ഒരു സ്റ്റേജ് 2ലേക്ക് പോകണം? നോർമലി ആദ്യം നമ്മൾ ചെയ്തപ്പോൾ സ്റ്റേജ് 1+ എനിക്ക് സജസ്റ്റ് ചെയ്ത വോൾഫി സജസ്റ്റ് ചെയ്ത 1+ ആയിരുന്നു. അതിനുശേഷം നമ്മൾ ഹാർഡ് കട്ട് ചെയ്യുന്നതിന്റെ ഒപ്പം സ്റ്റേജ് 2 ആയിട്ട് അപ്ഗ്രേഡ് ചെയ്ത് തന്നുള്ളൂ. ബാക്കി ചെയ്യാൻ നേരത്തെ, കാരണം സ്റ്റേജ് 2 നോർമലി വരുമ്പോൾ ഫുൾ സിസ്റ്റം എക്സോസ്റ്റ് ഓൾറെഡി വരുന്നുണ്ട്, ഫിൽറ്ററും ഓൾറെഡി വരുന്നുണ്ട്. അപ്പൊ നോർമലി അതൊരു സ്റ്റേജ് 2 പവർ ഫിഗേഴ്സിലേക്ക് വരും. നോർമലി വരും ചെയ്തേക്കുന്നത്. ഓക്കെ, നമുക്ക് ഈ ഒരു എന്തൊക്കെയാണ് ഒരു ബെനിഫിറ്റ് നമുക്ക് സ്റ്റേജ് 2 ചെയ്തിട്ട്? എനിക്ക് മൈലേജ് ഡ്രോപ്പ് കാര്യങ്ങളൊന്നും അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. നോർമലി കിട്ടുന്ന അത് തന്നെ കിട്ടണം. പിന്നെ പവറിൽ നല്ല വേരിയേഷൻ ഉണ്ട്. നമുക്ക് എക്സോസ്റ്റും കൂടെ ഉള്ളതുകൊണ്ട് ഫ്ലോ നല്ലപോലെ കിട്ടുന്നുണ്ട്. പവർഫുൾ ആയിട്ട് നമുക്ക് കാല് കൊടുക്കുമ്പോൾ ഒരു ലാഗ് കാര്യങ്ങളൊന്നും വണ്ടിക്ക് വരുന്നില്ല.
നോർമൽ രീതിയിൽ തന്നെ വണ്ടി നമുക്ക് നല്ല റെസ്പോൺസിൽ എടുത്തുകൊണ്ട് കൊണ്ടുപോകാൻ പറ്റും. നമുക്കൊരു എത്ര പെർസെന്റേജ് ഒരു ഗെയിൻ വന്നിട്ടുണ്ടെന്ന് ഗെയിൻ നോർമലി ഒരു 35+ പ്രോഗ്രസ് വരും. കറക്റ്റ് നമുക്ക് ഡൈനോ ചെയ്താൽ നമുക്ക് അറിയുള്ളൂ അതിന്റെ പവർ ഫിഗേഴ്സ്. അതൊന്നും നോക്കിയിട്ടില്ല, നമ്മൾ സ്റ്റേജ് 2 ചെയ്തു, ബാക്കി വർക്ക് പിന്നെ ഓടിച്ചുകൊണ്ട് നടക്കുന്നു. ഓക്കെ, നമുക്ക് ആവശ്യമുള്ള പവർ ഇപ്പൊ നല്ല കിട്ടുന്നുണ്ട്. നല്ല റെസ്പോൺസ് ഉണ്ട് വണ്ടിയുടെ ഭാഗത്ത്. പിന്നെ വണ്ടി നല്ലോണം എനിക്ക് ഡെയിലി ഡ്രിവൺ ആണ്. ഇപ്പൊ എനിക്ക് 1,70,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. അത്ര യൂസ് ചെയ്യുന്നുണ്ട്, ഡെയിലി യൂസ് ആണ്. ഈ നമുക്ക് ഇതിന്റെ സർവീസ് കാര്യങ്ങളൊക്കെ എല്ലാം ഞാൻ ഷോറൂമിൽ തന്നെയാണ് നോർമലി ചെയ്യുന്നത്. പിന്നെ ബാക്കിയുള്ളത് സൂപ്പർ ബീല്, നമ്മുടെ എടപ്പള്ളി സൂപ്പർ ബീല് കൊടുക്കും. നോർമൽ സർവീസ്, കാരണം കോയിലോവേഴ്സ് ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. യെല്ലോ സ്പീഡിന്റെ കോയിലോവേഴ്സ് ആണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതിന്റെ സർവീസും അങ്ങനെയുള്ള റിലേറ്റഡ് കാര്യങ്ങളെല്ലാം സൂപ്പർ ബീന്നാണ് ചെയ്തു പോകുന്നത്. ഓക്കെ ബ്രോ, നമുക്ക് ഈ ഒരു വാഹനത്തിന്റെ സൈഡ് പ്രൊഫൈലിലേക്ക് വരുമ്പോൾ നമ്മൾ എന്തൊക്കെ ചെയ്തേക്കുന്നത്? നമുക്ക് സൈഡിലേക്ക് വരുമ്പോൾ നമ്മൾ വീൽസ് ആണ് നോർമലി ചെയ്തിരിക്കുന്നത്. വീൽസിനകത്ത് നമുക്ക് 205, 45, 17 വീല് പ്ലസ് നമുക്ക് എൻഗിയുടെ ഒരു പാറ്റേൺ വരുന്ന വീലാണ് ചെയ്തിരിക്കുന്നത് നോർമലി. പിന്നെ നമ്മൾ സസ്പെൻഷൻ ഫുൾ സസ്പെൻഷൻ ചേഞ്ച് ചെയ്തേക്കും. നമ്മൾ യെല്ലോ സ്പീഡിന്റെ കോയിലോവേഴ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. യെല്ലോ സ്പീഡിന്റെ അല്ലേ, അഡ്ജസ്റ്റബിൾ ആണ്. നമുക്ക് അതിനകത്ത് ഇപ്പൊ നമ്മൾ അത്യാവശ്യം നല്ല ഡ്രോപ്പാണ് ഇട്ടിരിക്കുന്നത്. ഫ്രണ്ടിൽ നിന്ന് നല്ല രീതിയിൽ ഡ്രോപ്പ് കിട്ടാൻ നമുക്ക് കാണുമ്പോ അറിയാലോ, നല്ല ഡ്രോപ്പിലാണ് കൊണ്ടു നടക്കുന്നത്. അങ്ങനെയാണ് ആദ്യം സ്പ്രിങ്സ് ആയിരുന്നു യൂസ് ചെയ്തോണ്ടിരുന്നത്. പിന്നെ അതിൽ നിന്ന് ലേറ്റർ ഓൺ അപ്ഗ്രേഡ് ചെയ്താണ് കോയിലോവറിലേക്ക് എത്തിയത്. കോയിലോവർ ആകുമ്പോൾ നമുക്ക് കംഫോർട്ടിന്റെ കാര്യത്തിൽ വലിയ കുഴപ്പമില്ല. സ്പ്രിങ്സ് ആകുമ്പോൾ ഈ ജർക്കിംഗ് ഇഷ്യൂ ഉള്ളതുകൊണ്ട് ഫാമിലി ആയിട്ടൊക്കെ പോകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെയാണ് ലേറ്റർ ഓൺ നമ്മൾ കോയിലോവറിലേക്ക് അപ്ഗ്രേഡ് ചെയ്തത്. ലോവർ ചെയ്ത വണ്ടികൾക്ക് കംഫർട്ട് കുറവാണെന്ന് പറഞ്ഞൊരു അത് ഉണ്ടാവും. നോർമലി നമ്മൾ ഇത്രയും ഡ്രോപ്പ് ഇട്ട് യൂസ് ചെയ്യുന്ന ആണല്ലോ, കംഫോർട്ടിന്റെ കാര്യം അങ്ങനെ. എന്നാലും നമുക്ക് സ്പ്രിങ്സിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ബെറ്റർ ആണ്, നല്ല ബെറ്റർ ആണ്. കാരണം ആ ജർക്കിംഗ് ഇഷ്യൂ ഉണ്ടാവില്ല. നോർമലി അത്യാവശ്യം കംഫർട്ട് രീതിയിൽ നമുക്ക് കൊണ്ടുനടക്കാം. ഇത്രയും ഡ്രോപ്പ് ഇട്ടേക്കുന്നതിന്റെ ഒരു ബൗൺസിങ് കാര്യങ്ങൾ ഉണ്ടാവും. എന്നാലും സ്പ്രിങ്സിന്റെ അത്രയും റിലേറ്റീവ്ലി നമ്മൾ നോക്കുമ്പോൾ നല്ല വ്യത്യാസമുണ്ട്. പിന്നെ നമ്മൾ സൈഡ് സ്കേർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞ സ്പോർട്സ് കിറ്റിന്റെ സൈഡ് സ്കേർട്ട് അല്ല നമ്മൾ ആഡ് ഓൺ ചെയ്തേക്കുന്നത്. നമ്മൾ അതിന് കിറ്റ് എടുക്കുന്നതിന് തൊട്ട് മുന്നേ പെയിന്റിങ്ങിന്റെ ഒപ്പം ചെയ്ത സ്കേർട്ടാണ്. അത് പിന്നെ അത് മാറ്റാൻ നിന്നില്ല, കാരണം റിമൂവ് ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് നമ്മൾ ലേറ്റർ ഓൺ ചെയ്യുമ്പോൾ ആഡ് ഓൺ ചെയ്യാന്ന് വെച്ച് മാറ്റി വെച്ചിരിക്കുകയാണ്. പിന്നെ ഇതും കാണാൻ അടിപൊളിയാണ്, കുഴപ്പമില്ല. അന്ന് നമ്മൾ ബോഡി പാർട്ടിനോടൊപ്പം ചെയ്യാൻ പാകത്തിനാണ് നല്ല രീതിയിൽ ചെയ്തായിരുന്നത്. അതുകൊണ്ട് പിന്നെ അത് ചെയ്തപ്പോ ഇതിന്റെ ആക്കണ്ടല്ലോ എന്ന് ഓർത്ത് നമ്മൾ ചെയ്തില്ല. ഇതെന്തായാലും കാണാൻ നല്ല മാറ്റിയില്ലെങ്കിലും കുഴപ്പമില്ല. മറ്റേ കിറ്റിനകത്ത് വരുന്ന ഫുൾ കിറ്റായിട്ട് കിടന്നോളും ചെയ്യുവാണെങ്കിൽ, ഫുൾ കിറ്റായിട്ട് കിടന്നോളും. അപ്പൊ ലേറ്റർ ഓൺ ഒന്ന് ആഡ് ഓൺ ചെയ്യാന്ന് ഓർത്തിരിക്കണം ഇപ്പൊ. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഒരു ബാക്ക് പ്രൊഫൈലിലേക്ക് വരുമ്പോ ഉള്ള ചേഞ്ചസ് എന്തൊക്കെയാന്ന് പറയാമോ? ബാക്കിൽ നമ്മൾ ടെയിലൈറ്റ് മാറ്റിയിട്ടുണ്ട്. ടെയിലൈറ്റ് നമുക്ക് അത്യാവശ്യം ഞാൻ കുറെ തപ്പിയിടന്ന് കിട്ടിയ ഒരു സാധനമായിരുന്നു. കാരണം പുറത്തുള്ള ഇന്തോനേഷ്യ സ്പെക്കിലൊക്കെ വരുന്ന പുറത്തുള്ള ഒരു സ്വിഫ്റ്റിനകത്ത് വരുന്ന ടൈപ്പ് ഇതായിരുന്നു. അപ്പൊ ഇത് തപ്പി ലാസ്റ്റ് ഒരു ഷോപ്പിൽ നിന്ന് കിട്ടി എടുത്തു വെച്ചാണ് ടെയിലൈറ്റ്. ഈ ഒരു ടെയിലൈറ്റ് നമ്മൾ എവിടെയും കാണാറില്ല, ഭയങ്കര കുറക്കും ഉണ്ട്, എന്നാലും റെയർ ആണ്. ബാക്കി എല്ലാവരും തൈവാൻ ഒരു വേറെ ടൈപ്പ് ഇതാണ് വെക്കാറ്, LED ടൈപ്പ് നോർമലി. ഇത് പിന്നെ അങ്ങനെ എനിക്ക് അതിനോട് താല്പര്യം ഉണ്ടായില്ല. അന്നേരം തപ്പി നടന്ന് കിട്ടിയ ഒരു ടെയിലൈറ്റ് ആയിരുന്നു. അങ്ങനെ അത് അഡ് ഓൺ ചെയ്തു അതിനകത്ത്. പിന്നെ നമ്മൾ കിറ്റ് ബാക്ക് കിറ്റ് നമ്മൾ അതേപോലെ വരുന്ന പോലെ തന്നെ സ്പോർട്സ് കിറ്റിനകത്ത് വരുന്ന ബമ്പേഴ്സ് ആണ്. അതിനകത്ത് നമുക്ക് ഡിഫ്യൂസർ സെറ്റ് വരുന്നുണ്ട്, പ്ലസ് 2 എൻകാൻ പോലത്തെ ഒരു ഇതും വരുന്നുണ്ട്. എക്സോസ്റ്റ് നേരെ താഴെയാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. ഡീസലാകുമ്പോൾ പിന്നെ പുക ഇത്തിരി കൂടുതലുള്ളതാണ്, നേരെ കൊടുക്കണ്ടല്ലോ എന്ന് നേരെ താഴത്തേക്ക് കൊടുത്തിരിക്കുന്നത്. ഡീസലിന്റെ ആ ഒരു പുകയാണ് നമുക്ക് ഒരു പുക ഇഷ്യൂ എന്തായാലും ഉണ്ട്. ട്യൂണിംഗ് കൂടി ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്തായാലും പുകയുടെ കാര്യത്തിൽ കുറവൊന്നുമില്ല, അത്യാവശ്യം നല്ല പുകയുണ്ട്. കാരണം ഒന്നാമത് അത്ര കിലോമീറ്റർ റണ്ണിങ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഫുൾ സിസ്റ്റം എക്സോസ്റ്റ് കൂടി വന്നു കഴിയുമ്പോഴേക്കും സ്മോക്കിന്റെ കാര്യം സ്മോക്ക് ഉണ്ടാവാറുണ്ട്, അത്യാവശ്യം നല്ല സ്മോക്ക് ഉണ്ട്. നമ്മൾ കാല് നല്ലോണം റേസ് ചെയ്ത് കൊടുത്ത് പോകുമ്പോൾ സ്മോക്കിന്റെ ഒരു ഇഷ്യൂ ഉണ്ട്. ഈ 1,70,000 കിലോമീറ്റർ ഈ ഒരു വാഹനം ഓടിച്ചിട്ട് എന്താ ഒരു ഫീൽ ചെയ്യുന്നത്? ഫീൽ എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ വേണേലും കൊണ്ടുനടക്കാം. ഇത് ഇങ്ങനെ ലോവർ ചെയ്ത് കൊണ്ടുനടക്കാനായിട്ട് ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. മെയിൻ്റെനൻസ് ഭയങ്കര ചീപ്പാണ്. മാരുതി എങ്ങനെ നോക്കിയാലും ഷോറൂമിൽ ചെയ്താലും നമുക്ക് അധികം എമൗണ്ട് വന്നില്ല മാരുതിയുടെ. പിന്നെ സ്പെയർസിനാണെങ്കിൽ എല്ലാത്തിനും ഈസി അവൈലബിലിറ്റി ഉണ്ട്. നമുക്ക് ഷോപ്പിൽ ചെന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓൾറെഡി സർവീസ് സെന്ററിൽ എല്ലാ പാർട്സും അവൈലബിൾ ആണ്. പിന്നെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോവുക. കിലോമീറ്റർ ഓടാനുസരിച്ച് സർവീസ് ഞാൻ എല്ലാ 10,000 ഷോറൂമിൽ ചെയ്യാറുണ്ട്. ചെയ്ത് പോണതിന് മുമ്പ് ചെയ്ത് പോയിട്ട് വേറെ കംപ്ലൈന്റ് ഒന്നും എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. എഞ്ചിൻ സൈഡിലേക്കൊന്നും യാതൊരു ഇല്ല ഇതുവരെ കിട്ടിയില്ല. ഈവൻ ടൈമിംഗ് ചെയിൻ ആണെങ്കിൽ കൂടെ എനിക്ക് 1,40,000 ചേഞ്ച് ചെയ്യേണ്ട വന്നുള്ളൂ. 1 lakh ചേഞ്ച് ചെയ്യണമെന്നാണ് ഷോറൂമിൽ നിന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങനെ ഷോറൂമിൽ നമുക്ക് പരിചയമുള്ള കമ്പനിക്കാരനുണ്ടായിരുന്നു. അവൻ ചെക്ക് ചെയ്തപ്പോൾ അവൻ പറഞ്ഞു കുഴപ്പമില്ല, വണ്ടി ഇനി ഓടിക്കോളും. അങ്ങനെ ഉപയോഗത്തിന്റെയും കൂടി ആയിരിക്കും. ഉപയോഗത്തിന്റെ ഉണ്ട്. നമ്മൾ അതേപോലെ കൊണ്ടുകൊടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ലപോലെ ഇതായിട്ട് കിട്ടും. റിലയബിലിറ്റി എന്തായാലും ഉണ്ട് പാർട്സിന് എല്ലാത്തിനും. 1,40,000 ഞാൻ അന്നേരം എക്സോസ്റ്റ് ചെയ്യണ ടൈമിലാണ് ചേഞ്ച് ചെയ്തേക്കാമെന്ന് ഓർത്ത് ചേഞ്ച് ചെയ്താ. കുറച്ചും കൂടി പോകുന്ന പറഞ്ഞ് കുഴപ്പമില്ലാണ്ടിരുന്ന. അങ്ങനെയാണ് പിന്നെ ഒരു 1,40,000 ആയപ്പോഴേക്കും പയ്യങ്ങ് ചേഞ്ച് ചെയ്ത് എക്സോസ്റ്റ് ചെയ്യണതിന്റെ ഒപ്പം.
പിന്നെ ടൂണിങ് കൂടി ചെയ്ത് കഴിയുമ്പോൾ റിസ്ക് എടുക്കണ്ടല്ലോ എന്ന് ഓർത്തിട്ട് അങ്ങനെ പൊട്ടിപ്പോയി കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്യൂ ഉണ്ടെന്ന് അങ്ങനെ പിന്നെ അത് പിന്നെ അതിന്റെ ബാക്കി നോക്കണം. അതെ, ബുദ്ധിമുട്ടാവണ്ടെന്ന് ഓർത്ത് പിന്നെ ചെയ്തു. പുതിയാണ് പിന്നെ നമുക്ക് ആ ഒരു ധൈര്യമായിട്ട് പിന്നെ കൊണ്ടുനടക്കാം. ഇപ്പൊ എനിക്ക് തോന്നുന്നത് ഇന്ത്യയിലുള്ളവര് അല്ലെ കേരളത്തിലുള്ളവര് തന്നെ ഏറ്റവും കൂടുതൽ മാരുതി കാറുകൾ നല്ലപോലെ ചൂസ് ചെയ്യുന്നത് ഈ ഒരു കാരണം കൊണ്ട് നമുക്ക് സ്പെയറിന്റെ അവൈലബിലിറ്റി ഉണ്ട്. നമുക്ക് കുറച്ച് ലോ കോസ്റ്റിൽ സാധാരണക്കാരനാണല്ലോ ഉപയോഗിക്കാം, കൊണ്ടുനടക്കാം. നമുക്ക് സ്പെയർ ബാക്കിയുള്ള വാഹനങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ സ്പെയറിന്റെ റേറ്റും അതുപോലെ നല്ല കുറവുണ്ട്. ഇതിനങ്ങനെ ഇപ്പൊ എങ്ങനെയാലും സർവീസ് ചെയ്ത ഒരു 4000 5000 ആ റേഞ്ച് വരാറുള്ളൂ. നോർമൽ ബൈക്ക് സർവീസ് ചെയ്ത് അത് തന്നെ വരുള്ളൂ. പിന്നെ പാർട്സ് എന്തെങ്കിലും എക്സ്ട്രാ ഉണ്ടെങ്കിൽ നമുക്ക് ആഡ് ഓൺ ചെയ്ത് സെപ്പറേറ്റ് എമൗണ്ട് വരാറുള്ളൂ. അല്ലാണ്ട് വേറെ ഇഷ്യൂസ് ഒന്നും ഇതുവരെ വരാറില്ല. വണ്ടിക്ക് അങ്ങനെ കംപ്ലൈന്റ് ഒന്നും കിട്ടിയിട്ടില്ല. സ്വിഫ്റ്റില് 100% സാറ്റിസ്ഫൈഡ് ആണ്. പിന്നെ തീർച്ചയായും ഇപ്പൊ വീട്ടിലൊരു ഫോർച്യൂണർ ഉണ്ടെന്ന് പറഞ്ഞല്ലോ, ഫോർച്യൂണർ ഓർ സ്വിഫ്റ്റ് എന്ന് ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ നോർമലിലേക്ക് കൊണ്ടുനടക്കാൻ താല്പര്യം സ്വിഫ്റ്റ് തന്നെയാണ്. ഫോർച്യൂണർ നമുക്ക് വലിയ വണ്ടിയാണ്, കൊണ്ടുനടക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ട്. എല്ലാത്തും കൊണ്ട് ബുദ്ധിമുട്ടാ വലിയ വണ്ടി കൊണ്ടുനടക്കാൻ. ഇതാകുമ്പോ പിന്നെ നമുക്ക് പോക്കറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കൊണ്ടുനടക്കാൻ വലിയ പ്രശ്നമല്ല, എവിടെ വേണേലും കൊണ്ടുപോകാം ധൈര്യമായിട്ട്. പിന്നെ ആഗ്രഹത്തിന്റെ പുറത്ത് നമ്മൾ ഓരോന്ന് ചെയ്തു ക്ലീൻ ആക്കി വെച്ചിരിക്കുന്നു. അങ്ങനെ ക്ലീൻ സ്പെക് ആണ്, ക്ലീൻ ബിൽഡ് ആണ്. നമുക്ക് പുറത്തുനിന്ന് കാണുമ്പോൾ ഒരു ഓവർ റൈസ്ഡ് കാറെന്നോ അങ്ങനെ നമുക്ക് പറയാനില്ല. നമുക്ക് ആഗ്രഹം അങ്ങനെയായിരുന്നു, ഒരു ക്ലീൻ ബിൽഡ്. നമുക്ക് വണ്ടി കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു ക്ലീൻ രീതിയിലായിരിക്കണം എന്നുള്ള രീതിയിലായിരുന്നു എപ്പോഴും മൈൻഡില്. ഇവൻ ഈ അലോയ്സ് ആണെങ്കിൽ ഇപ്പോൾ ഞാൻ ലാസ്റ്റ് ചേഞ്ച് ചെയ്താ, ഇപ്പൊ ചേഞ്ച് ചെയ്തിട്ട് 2 months ആവണേ ഉള്ളൂ. അതിന് മുമ്പ് 17 inch തന്നെ വേറെ പാറ്റേൺ ആയിരുന്നു. ചേഞ്ച് ചെയ്യുന്ന രീതിയിൽ അപ്ഗ്രേഡ് ചെയ്ത് വേറെ വീലിലേക്ക് ആക്കിയിട്ടതാ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും നമുക്ക് ഈ ഒരു കാറ് കാണുമ്പോൾ ജസ്റ്റ് ഒരു ഇത് ക്ലീൻ സ്പെക്ക് ആണല്ലോ, നമുക്ക് ഒരു ഇഷ്ടം തോന്നി പോകും സ്വിഫ്റ്റിനോട്. സത്യം പറഞ്ഞാൽ ഞാൻ ഈ ഒരു വാഹനം വഴി വെച്ച് കണ്ട് നമ്മള് എന്നെ കോണ്ടാക്ട് ചെയ്ത് ഇൻസ്റ്റയിൽ മെസ്സേജ്, ഞങ്ങൾ ഒരു ദിവസം ഞാൻ മൂവാറ്റുപുഴയിൽ നിന്ന് തിരിച്ചു വന്ന വഴിക്ക് റോഡിൽ വെച്ച് കണ്ടാണ് മെസ്സേജ് അയക്കുന്നത് അല്ലേ. അപ്പൊ വണ്ടി അന്ന് കണ്ടപ്പോ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ വണ്ടിയുടെ ആ ഒരു മൂവ്മെന്റ് കണ്ടപ്പോഴേ എനിക്ക് തോന്നി വണ്ടിക്ക് പവറില് ചേഞ്ചസ് ഉണ്ട്, കയറി പോകുന്ന കണ്ടപ്പോ എനിക്ക് തോന്നി. അപ്പൊ തന്നെ ഞാൻ സത്യം പറഞ്ഞ ഇതിനകത്ത് എവിടെയും ധനുബ്രോയുടെ ഇൻസ്റ്റാഗ്രാം ഐഡിയോ കാര്യങ്ങളൊന്നും ഇതിനൊന്നും കൊടുത്തിട്ടില്ല. ഞാൻ എന്നിട്ട് സ്വിഫ്റ്റ് എന്നൊക്കെ പറഞ്ഞ് ഇൻസ്റ്റാഗ്രാമിൽ സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ചു. വണ്ടി നമ്പർ അറിയായിരുന്നു, അപ്പൊ നമ്പർ വെച്ച് കണ്ടുപിടിച്ച് പുള്ളിനെ മെസ്സേജ് അയച്ച് കുറച്ച് പാട് പെട്ടു ഒന്ന് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനെ പിന്നെ നോക്കിയപ്പോ നമ്മുടെ കോലഞ്ചേരിക്കാരനാണ്. അപ്പൊ ഞാൻ പോയി അങ്ങനെ ഒന്ന് കണക്ട് ആണ്. ഇപ്പൊ ഞങ്ങൾ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത്. അപ്പൊ നമുക്ക് എക്സസ് ഒന്ന് കേട്ടാലോ. കേൾക്കാം. ഇത് ഹാർഡ് കട്ട് ചെയ്തേക്കുന്നതുകൊണ്ടാണ് നമുക്ക് വൈറ്റ് സ്മോക്ക് വരുന്നത്. ഹാർഡ് കട്ടിൽ ഐഡിയൽ അടിക്കുമ്പോൾ നമുക്ക് വൈറ്റ് സ്മോക്ക് വരുന്നുണ്ട്. അത് നിർത്തിയിട്ട് അടിക്കാൻ പാടില്ല എന്നാണ് ശരിക്കും പറയണേ. നമ്മൾ റണ്ണിങ്ങിനകത്ത് അടിക്കുമ്പോൾ വലിയ ഇഷ്യൂ ഇല്ല, റണ്ണിങ്ങിന്റെ ഒപ്പം അങ്ങ് പൊക്കോളും. ഈ പറഞ്ഞ ഒരു സ്മോക്കിന്റെ ഒരു ഇഷ്യൂ എന്തായാലും ഉണ്ട്, നല്ലപോലെ കണ്ടോ. ഇപ്പൊ താഴെയാണെങ്കിലും സ്മോക്കിന്റെ ഒരു ഇഷ്യൂ ഉണ്ട് നോർമലി. ഡീസൽ വണ്ടിയിൽ നമ്മൾ പിന്നെ പറഞ്ഞിട്ട് ഉണ്ടാവും, എന്തായാലും ഉള്ളതാണ്. ഇത്ര ഓടിയതും കൂടി ആണല്ലോ. പിന്നെ നമുക്ക് ഡീസൽ വണ്ടി എല്ലാ വണ്ടിയിലും ഇപ്പൊ നമുക്ക് നമ്മുടെ പരിചയത്തിൽ 2-3 വണ്ടി ചെയ്തിട്ടുണ്ട്. എല്ലാ വണ്ടിയിലും എക്സോസ്റ്റ് ചെയ്തതിന്റെ ഒപ്പം ഹാർഡ് കട്ടോട് ഇടുമ്പോൾ ഈ പറഞ്ഞ വൈറ്റ് സ്മോക്കിന്റെ കേസ് എന്തായാലും ആ ഹാർഡ് കട്ട് അടിക്കുമ്പോൾ എന്തായാലും വൈറ്റ് സ്മോക്ക് വരുന്നുണ്ട്. അൺബേൺഡ് ഡീസൽ എന്നൊക്കെയാണ് പറയുന്നത്. നമുക്ക് അറിയില്ല അതെന്തോരും ഇതാണെന്നുള്ള കാര്യം അറിയില്ല. പിന്നെ ചെയ്യുമ്പോഴാണെങ്കിൽ വോൾഫിലാണെങ്കിൽ നമുക്ക് അങ്ങനെ അവർ സജസ്റ്റ് ചെയ്യുന്നില്ല ശരിക്കും ഹാർഡ് കട്ട് ഇതിനകത്ത് ചെയ്യുമ്പോൾ, ഇത്ര എക്സ്ട്രീം ചെയ്യുമ്പോൾ. നമ്മുടെ റിസ്കിൽ വേണം നമ്മൾ ചെയ്യാനും കൊണ്ടുനടക്കാനായിട്ട്. കാരണം എഞ്ചിൻ സൈഡ് എന്തൊക്കെ ഡിമെറിറ്റ് വരും എന്നുള്ള കാര്യം അറിയില്ല. നോർമൽ ട്യൂണിങ്ങിനകത്ത് പ്രശ്നമില്ല. ഹാർഡ് കട്ട് നമ്മൾ എക്സ്ട്രീം കൊടുക്കുമ്പോൾ അതെന്തോരും ഇതുണ്ടെന്നുള്ള കാര്യം നമുക്ക് അറിയില്ല. ഓക്കെ ബ്രോ, നമുക്ക് ഇന്റീരിയർ പ്രൊഫൈലിലേക്ക് വരുമ്പോൾ നമ്മുടെ ഈ മാറ്റങ്ങൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ട്? ഇന്റീരിയർ നമ്മളന്ന് പെയിന്റ് ചെയ്തപ്പോൾ നമ്മൾ സൈഡ് പാനലും റൂഫും എല്ലാം നമ്മൾ പെയിന്റ് അടിച്ച് മൊത്തം ബ്ലാക്ക് ഔട്ട് ചെയ്തു. പിന്നെ നമ്മളൊരു ഡാഷ് ക്യാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ടിൽ വരുന്ന ഫുൾ ടൈം റെക്കോർഡിംഗ് ആണ്. വണ്ടി സ്റ്റാർട്ട് ചെയ്യണ നമ്മൾ ഇഗ്നിഷൻ ഓൺ ആക്കുന്ന തൊട്ട് സംഭവം റെക്കോർഡിംഗ് ആയിരിക്കും. പിന്നെ നമ്മൾ ഓഡിയോ സിസ്റ്റം മൊത്തം ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഹെഡ് യൂണിറ്റ് നമ്മൾ ആൻഡ്രോയിഡ് യൂണിറ്റ് ആക്കിയിട്ടുണ്ട്. പ്ലസ് നമ്മൾ ആൽഫ ഇൻഫിനിറ്റിന്റെ കോമ്പൗണ്ട് സ്പീക്കേഴ്സ് ആണ് 4 ചെയ്തിരിക്കുന്നത്. അതിനൊപ്പം ബാക്കിൽ നമ്മൾ JBLന്റെ സബ് വൂഫറും ചെയ്തിട്ടുണ്ട്. അതിൽ 2 ആമ്പ് വരുന്നുണ്ട്. 2 ആമ്പ് നമ്മൾ സീറ്റിന് ഡ്രൈവർ സീറ്റിനും കോ ഡ്രൈവർ സീറ്റിനും താഴെയായിട്ടാണ് 2 ആമ്പ് സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇന്റീരിയറിൽ അത്യാവശ്യം പണി ചെയ്തിട്ടുണ്ട്. ഇന്റീരിയറിൽ അത്രയാണ് നമ്മൾ ചെയ്തുള്ളൂ. ഇനിയിപ്പോ അടുത്ത നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് നമ്മൾ സീറ്റ് അപ്ഗ്രേഡ് ചെയ്യാൻ നോക്കുന്നുണ്ട്. നെക്സ്റ്റ് വീക്കിലെ നെക്സ്റ്റ് മന്തോട് കൂടി അതും സീറ്റും ചെയ്യും. അപ്പൊ പിന്നെ ഇന്റീരിയർ കുറച്ചുകൂടി ഒന്ന് അതായിക്കോളും. സീറ്റും കൂടി അങ്ങ് ചെയ്തേക്കാന്ന് ഓർത്തിട്ടാണ്. ഏതാ ചെയ്യുന്നത്? ഞാൻ സ്പാർക്കോന്റെ സ്പോർട്സ് സീറ്റ് ചെയ്യാന്ന് ഓർത്തിട്ട്. അത് നല്ലൊരു നല്ല കാണാനും നല്ല രസമാണ്. എനിക്ക് ബ്ലാക്ക് വണ്ടിക്ക് ആകുമ്പോൾ റെഡ് കളർ നല്ല കോംബോ മാച്ചിങ് കിടന്നോളൂ. ഈ ട്യൂൺഡ് വണ്ടികളിലൊന്നും സത്യം പറഞ്ഞാൽ ചോദിക്കാൻ പറ്റില്ലാത്തൊരു ചോദ്യമാണ്, അല്ലെങ്കിൽ ഒരു വണ്ടി ഭ്രാന്തിന്റെ അടുത്തും ചോദിക്കാൻ പാടില്ലാത്ത ചോദ്യമാണ്.
പിന്നെ അവസാനം ഇന്ത്യൻ എന്ന രീതിയിൽ ഞാൻ ചോദിക്കട്ടെ, എത്ര മൈലേജ് കിട്ടുന്നത്? മൈലേജ് നോർമലി സ്വിഫ്റ്റിന് നമുക്കൊരു 18-20 ആണ് നമുക്ക് നോർമലി കിട്ടുന്നത്. ഇത്ര നമ്മൾ എക്സോസ്റ്റ് ചെയ്ത് ട്യൂണിംഗ് ഒക്കെ ചെയ്തുകൊണ്ട് ഒരു 15 എബോ എന്തായാലും കിട്ടുന്നുണ്ട്. കിട്ടുന്നുണ്ട്. കാരണം മൈലേജിന്റെ കേസ് നമ്മൾ അങ്ങനെ നോക്കാറില്ല. നമ്മൾ അടിക്കുന്നു, പിന്നെ വണ്ടി അങ്ങനെ ഡ്രൈവ് ചെയ്ത് ഓടുന്നു. അതുകൊണ്ട് തന്നെ അങ്ങനെ മൈലേജ് ആയിരിക്കും. നമുക്ക് ആവറേജ് നോക്കുകയാണെങ്കിൽ 14.5 ഒക്കെയാണ് ആവറേജ് കാണിക്കുന്നത്. അതിന് മുന്നേ നമുക്കൊരു 16-17 ഒക്കെ കാണിച്ചുകൊണ്ടിരുന്നതാണ്. പിന്നെ ഒന്ന് നമ്മൾ ഡ്രൈവ് ചെയ്യണ പോലെ ഇരിക്കും. പിന്നെ ഇതാകുമ്പോ പിന്നെ നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ ചവിട്ടി പിടിച്ച് കൊണ്ടുപോകുന്ന മൈലേജ്. അല്ലെങ്കിൽ നമ്മൾ നോർമൽ യൂസ് ആണെങ്കിൽ നമുക്ക് നല്ല മൈലേജ് കിട്ടും. മൈലേജ് അങ്ങനെ ഡ്രോപ്പ് ഡീസൽ വണ്ടിക്ക് എനിക്ക് ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ കൊണ്ടടക്കുന്നതിന്റെ ഒരു ഇതുണ്ടാവുള്ളൂ. നമ്മൾ നല്ല രീതിയിൽ ഐഡിയലായിട്ട് കൊടുത്തു പോവുകയാണെങ്കിൽ കുഴപ്പമില്ല. അതിലും ഓടിക്കണ പോലെ ഇരിക്കും എല്ലാം ഡ്രൈവറിന്റെ കയ്യിലിരിക്കും. ആ ഒരു 1,40,000 ടൈമിംഗ് ചെയിൻ മാറ്റിയെന്ന് പറഞ്ഞപ്പോ തന്നെ അത്യാവശ്യം നന്നായിട്ട് വണ്ടി എല്ലാം നമ്മൾ അപ്പൊ പാർട്സ് എന്ത് മാറാനുണ്ടോ അപ്പൊ ചെയ്തു പോകുന്നോട്ട് നമുക്ക് കിട്ടും. റിലയബിലിറ്റി എന്തായാലും വണ്ടിക്ക് കിട്ടും. ഓക്കെ, അപ്പൊ വണ്ടി പ്രാന്തൻ എന്ന് പറഞ്ഞാൽ വണ്ടി സ്നേഹിക്കുന്ന ഒരാൾ കൂടിയാണ്. നല്ല രീതിയിലാണ് ഒരു പെറ്റിനെ കൊണ്ടുനടക്കുന്ന പോലെ തന്നെയാണ് കൊണ്ടുനടക്കുന്നത് അല്ലേ? പ്രത്യേകിച്ച് ഇത്ര നമ്മള് ലോവർ ഒക്കെ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഭയങ്കര കെയർഫുൾ ആയിട്ട് നമ്മൾ കൊണ്ടുപോകും. നമ്മുടെ കേരളത്തിലെ റോഡുകളുടെ പ്രശ്നമുണ്ട്, പിന്നെ ഹമ്പുകൾ വരുമ്പോ ഉണ്ട്, എല്ലായിടത്തും ഇതാണ്. പിന്നെ അതേപോലെ കൊണ്ടടക്കും, മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടടക്കും. ഓക്കെ ബ്രോ, അപ്പൊ ഇത്രയൊക്കെയാണ് ഈ ഒരു വാഹനത്തിൽ ചെയ്തിരിക്കുന്ന അപ്ഗ്രേഡ്സ് അല്ലേ? അതെ. ഓക്കെ, അപ്പൊ എന്തായാലും ഇന്ന് ഈ ഒരു വാഹനം എനിക്കിവിടെ കൊണ്ടുതന്ന് വീഡിയോ ഒക്കെ എടുക്കാനായിട്ട് കൊണ്ടുവന്നതിനും നമ്മുടെ ഇത്രയും സഹകരിച്ചിലും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ ബ്രോ. താങ്ക് യു അങ്ങോട്ടും. ഓക്കെ, അപ്പൊ ഞാൻ ഈ ഒരു ധന്റു ബ്രോയുടെ ഇൻസ്റ്റഗ്രാം പ്രൊഫൈലൊക്കെ ഞാൻ ജസ്റ്റ് നമ്മുടെ വീഡിയോയുടെ താഴെ കൊടുത്തേക്കാം. ജസ്റ്റ് ഒന്ന് കയറി ചെക്കൗട്ട് ചെയ്യുക. വണ്ടിയുടെ നല്ല അടിപൊളി ഫോട്ടോസ് കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട്. ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പ്രൊഫൈൽ കൂടിയാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് കയറി ചെക്കൗട്ട് ചെയ്യാം കേട്ടോ. പുള്ളിയുടെ കുറച്ച് നല്ല വീഡിയോ ഒക്കെ ഉണ്ട്, അതൊന്ന് കയറി കണ്ടു നോക്കണം. സംഭവം അടിപൊളിയാണ്. ഓക്കെ, അപ്പോൾ ഇനിയും പുതിയ വാഹനങ്ങളും വീഡിയോ ഒക്കെ ആയിട്ട് കാണുന്നവരെ